വലിയ തിരിച്ചടിയാണ് സ്വർണ്ണക്കൊള്ള സർക്കാരിനും പാർട്ടിക്കും ഏൽപ്പിച്ചിരിക്കുന്നത് നിസ്സംശയം നമുക്ക് പറയാം. എന്നിട്ടും പാഠം പഠിച്ചോ? ഇല്ല. ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയതിന് പുറമെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ട്. കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് രേഖ എവിടെയെന്നാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചത്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. അതായത് അറസ്റ്റിലായ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ എൻ വാസു ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യം, കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ രേഖയില്ല എന്നാണ്. രേഖയില്ലാത്തതുകൊണ്ടാണ് ചെമ്പെന്ന് താൻ എഴുതിയത്. അതുകൊണ്ടാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. ഇതാണ് എൻ വാസുവിന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കട്ടിളപ്പാളി കേസിന്റെ നിലനിൽപ്പ് തന്നെ എൻ വാസുവിന്റെ ഈ വാദം ചോദ്യം ചെയ്യുന്നുണ്ട്. 1998-ൽ കട്ടിളപ്പാളികൾ സ്വർണം പൂശിയെന്ന് തെളിയിക്കാൻ ഒരു രേഖയും ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല. ഇന്ന് SITക്ക് ഒരു രേഖയും കോടതിയിൽ ഹാജരാക്കാനും കഴിഞ്ഞില്ല. ആകെ ഹാജരാക്കിയത് എന്താണ്? അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധിയായ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയാണ് ഇന്ന് SIT ഹാജരാക്കിയത്. എന്താണ് ആ മൊഴിയിൽ പറയുന്നത്? കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തുവെന്നാണ് ഭണ്ഡാരിയുടെ മൊഴി. കോടതി ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു. വാമൊഴി അല്ലാതെ കൃത്യമായ രേഖ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നാണ് കോടതിയുടെ ചോദ്യം. അതായത് സ്വർണം പൊതിഞ്ഞുവെങ്കിൽ അതിന് രേഖ വേണ്ടേ എന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ഇന്ന് ചോദിക്കുന്നത്. സർക്കാർ പറയുന്നത് കട്ടിളപ്പാളി മാത്രമല്ല, കമാനവും വ്യാളിയും അടക്കം മറ്റ് 6 ഇനങ്ങൾ കൂടി ചേർന്നതാണ് ഈ കേസ് എന്നാണ്. എന്നാൽ അതിന്റെ ഒരു രേഖകളും ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അതായത് പുതിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ നടന്ന വാദം അത് ഈ കേസിന്റെ ദൗർബല്യങ്ങളെല്ലാം വെളിവാക്കുന്നതായിരുന്നു.